കേറിക്കാൻ പറ്റുമോ ചേട്ടാ? സ്ട്രെങ്ത് ചോദിക്കുന്ന ആൾക്കാർക്ക് ഒരു 80 കിലോ ഇതിന്റെ മുകളിൽ കയറിയിട്ടുണ്ട്. പല നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള പല തിരികത്തുള്ള ഷീറ്റുകൾ അതിന് വന്നിട്ടുള്ള കട്ട് ചെയ്യുമ്പോൾ വന്നിട്ടുള്ള വേസ്റ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ ഫ്രെയിം ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. ചെതലൊന്നും എന്തായാലും പിടിക്കില്ല, ചെതൽ ഒരിക്കലും പിടിക്കില്ല, കാരണം നല്ല ഹാർഡായിട്ടുള്ള ഫുഡാണ്. അപ്പോൾ ഈ ഹാൻഡ് റൈറ്റ് ഒരു ഡീറ്റെയിൽ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ കണ്ടോ കേർവ് ആയിട്ട് പോകുന്ന രീതിയിലാണ് ഇതിന്റെ ഹാൻഡ് റൈൽ. പഴയ റീസൈക്കിൾഡ് ആയിട്ടുള്ള പഴയ വീടിനകത്തൊക്കെ പൊളിക്കുമ്പോൾ കിട്ടുന്ന നല്ല സെറ്റ് ആയിട്ടുള്ള പ്ലാവാണ് നമ്മൾ ഇതിന്റെ ഒരു ബേബിന്റെ സീറ്റിങ്ങിന് വേണ്ടി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുറെ പീസസ് ഒക്കെ ചെയ്ത് അത് അറേഞ്ച് ചെയ്തിട്ട് ഒരു ഗ്രിഡ് ഫോർമാറ്റിലൊക്കെയാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് വേറെ എന്തെങ്കിലും ഭാവിയിൽ പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ ഇതേപോലെ ഊരി എടുക്കുകയും ചെയ്തൂടെ, ഒരു പ്രശ്നമില്ല. നമുക്ക് എങ്ങനെയാണ് മോഡുലാർ ഫാക്ടറി ഫോർമാറ്റ് ചെയ്തത്. അപ്പൊ ഹാങ്ങിങ്ങിന് വേണ്ടിയിട്ട് ഒരു 18 mm ഒരു പീസ് ഇത്തരത്തിൽ ഇങ്ങനെ കണ്ടോ ഷാംഫറൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ വടൂക്കര നമ്മുടെ ഇന്റീരിയർ വർക്കൊക്കെ പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ സൈറ്റിലാണ്. നമ്മൾ ഒത്തിരി നാളെ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തിട്ട് നമ്മളിത് ചെയ്യുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി ഇന്റീരിയർ ഡിസൈനിങ് റിലേറ്റഡ് ഒക്കെ ആയിട്ടുള്ള കുറേ പ്രൊജക്റ്റുകൾ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും അങ്ങനത്തെ പ്രൊജക്റ്റ് എത്തുന്ന സമയത്ത് നമുക്ക് പല കാര്യങ്ങളും പ്ലാനിങ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നന്നായിരുന്നു എന്നുള്ളതൊക്കെ തോന്നാറുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജ് എന്ന് വെച്ചാൽ നമ്മൾ തന്നെ ഇനീഷ്യൽ പ്ലാനിങ് ചെയ്ത് വരുന്നുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഇന്റീരിയർ വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു കംപ്ലീറ്റഡ് പ്രൊജക്റ്റ് കാണിക്കുന്ന സമയത്ത് എപ്പോഴും ഫിനിഷ്ഡ് ആയിട്ടുള്ള അതിൻ്റെ ഒരു ഔട്ട്ലുക്ക് നിങ്ങൾ കാണുന്നുണ്ടാകും. നമ്മളിതിനെ യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ പാലറ്റ് എങ്ങനെയാണ്, അതിൻ്റെ ഒരു ഫിനിഷസ് എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ മെറ്റീരിയൽസ് ഏതൊക്കെ രീതിയിൽ കൺസിഡറേഷൻ കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ. വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് മെറ്റീരിയൽ ചൂസ് ചെയ്യുന്നതിലും ഇതിലൊക്കെ ഒരു യൂസ്ഫുൾ ആവുന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നത്. ഞാൻ ആർക്കിടെക്ട് ഷിനു, ആറ്റിഗ്രാം മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് ഈ ഒരു എൻട്രി ഡോറിനെ കുറിച്ച് പറയാം. നമ്മൾ സ്റ്റീൽ ഡോറാണ് വെച്ചിട്ടുള്ളത്. നിങ്ങൾ ഈ കാണുന്ന ഒരു വുഡൻ ഡോർ അല്ല, സ്റ്റീലൊരു വുഡൻ ഫിനിഷിലാണ് നമ്മൾ ഈ ഡോർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ ഒരു ഡോറിൻ്റെ സ്പെക്യുലായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മൾ സാധാരണ നോർമലായിട്ട് വുഡിൽ നമ്മൾ ഡോർ ചെയ്ത് വെക്കുമ്പോൾ ഒരു ചെറിയൊരു പ്രശ്നം നമുക്ക് തോന്നിയിട്ടുള്ളത്, നമുക്ക് ഇവിടെ മാത്രമാണ് ലോക്ക് ഉണ്ടാവുക. നമ്മൾ പുറത്തുനിന്ന് ലോക്ക് ചെയ്യുന്ന സമയത്ത്, അതായത് ഒരു എക്സാമ്പിൾ കാണിക്കുകയാണെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് ലോക്ക് ചെയ്യുകയാണെങ്കിൽ സാധാരണ ഡോറിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മാത്രമാണ് ലോക്കിംഗ് ഉണ്ടാവുക. ഓക്കെ, ഈ ഡോറിന് എനിക്ക് തോന്നിയിട്ടുള്ള സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇവിടെ മുകളിലും ലോക്ക് വരുന്നുണ്ട്. നിങ്ങൾ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ കാണാം, ഇവിടെ മുകളിൽ ഇത്തരത്തിൽ 2 ലോക്കിംഗ് വരുന്നുണ്ട്, ഇവിടെ ലോക്കിംഗ് വരുന്നുണ്ട്, താഴത്തും ലോക്കിംഗ് വരുന്നുണ്ട്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ലോക്കിംഗ് പോകുമ്പോൾ ഒരു കൂടുതൽ സെക്യൂരിറ്റി നമുക്ക് കിട്ടും. ഇത് തുറന്ന് കയറേണ്ട കള്ളന്മാരൊക്കെ കയറും ചെയ്യുന്നുണ്ടോ, നമ്മളത് നോക്കണ്ട. പക്ഷേ സ്റ്റിൽ നമുക്കൊരു സെക്യൂരിറ്റി നമുക്ക് ഇതിന് ഫീൽ ചെയ്യും. പിന്നെ ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്ന സൈറ്റാണ്. നമ്മൾ മേജറായിട്ട് ഷെയ്ഡ്വുഡ് WPCയും അതുപോലെ പ്ലൈവുഡും ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ലിവിങ് ഇത്തരത്തിലുള്ള ഡബിൾ സ്പേസ് ആണ്. വർക്ക് നടക്കുന്ന സൈറ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഈ കാണുന്നതെല്ലാം നാച്ചുറൽ ലൈറ്റാണ്. ഇവിടെ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ലൈറ്റിംഗ് ഒന്നും ഇപ്പോൾ ചെയ്തിട്ടില്ല. ഈ വീട് നമ്മൾ ഹൗസ് വാമിങ് കഴിഞ്ഞ് യൂസ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാലും രാത്രി മാത്രമായിരിക്കും നമ്മൾ ഇവിടെയൊക്കെ ലൈറ്റ് യൂസ് ചെയ്യുന്നുണ്ടാവുക. ഈ പോർഷനിൽ നമുക്ക് നമ്മുടെ ടിവിയുടെ ഒരു പാൻറ്റൊക്കെ വരുന്നത്. അപ്പോൾ ഇതിനെല്ലാം നമ്മൾ ഒരു കോസ്റ്റും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് ഷെയ്ഡ്വുഡ് WPCയും പ്ലൈവുഡും ഒക്കെ മിക്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ പാനൽ പ്ലൈവുഡ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റീലാണ് നമ്മുടെ സ്റ്റെയർകേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റീൽ ഇങ്ങനെ ഒരു ഫോർമാറ്റിലാണ് സ്റ്റെയർകേസ് വരുന്നത്. ഇതിന്റെ ഈ ത്രെഡായിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് കരിവാക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മരമാണ്. നിങ്ങൾ അടുത്തൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ മരത്തിന് നല്ലൊരു രസമുള്ള ഗ്രെയിൻസ് ഒക്കെ കാണാം. നല്ല ഹാർഡായിട്ടുള്ള വുഡാണ്. ഓക്കെ, ഇത് സ്റ്റീലിന്റെ മുകളിലാണെന്നുകൊണ്ട് ചെതലൊന്നും എന്തായാലും പിടിക്കില്ല, ചെതൽ ഒരിക്കലും പിടിക്കില്ല, കാരണം നല്ല ഹാർഡായിട്ടുള്ള വുഡാണ്. അപ്പോൾ ഈ ഹാൻഡ് റൈറ്റ് ഒരു ഡീറ്റെയിൽ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ കണ്ടോ കേർവ് ആയിട്ട് പോകുന്ന രീതിയിലാണ് ഇതിന്റെ ഹാൻഡ് റൈൽ ഡിസൈൻ ഡീറ്റെയിൽ ഒക്കെ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മളിവിടെ ചെയ്തിട്ടുള്ള കാര്യം, നമ്മുടെ ഡിസൈനിൽ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ അടിയിൽ ഷെയ്ഡ്വുഡ് WPC വെച്ചു, മുകളിലത്തെ പോർഷൻ എല്ലാം പ്ലൈവുഡാണ് വെച്ചിട്ടുള്ളത്. ഈ കോർണർ നിങ്ങൾ കട്ടിങ് ചെയ്തതുണ്ടോ, നമ്മളിങ്ങനെ കട്ടിങ് ചെയ്തിട്ടുണ്ട്. ഇത് ആക്ച്വലി നമ്മൾ ഈ പ്ലൈവുഡ് വിനറൊക്കെ ചെയ്യുമ്പോൾ ഈ കോർണേഴ്സ് ഷാർപ്പാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ വുഡ് ഇങ്ങനെ റൗണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് നടക്കുന്ന സമയത്ത് കാലിനും ഫുള്ള് ഈ കോർണേഴ്സ് ഒക്കെ തട്ടി ഉണ്ടാകുന്ന ഒരു പ്രശ്നം ഒഴിവാക്കുക എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ സ്റ്റെയർകേസ് ഒന്ന് ജസ്റ്റ് കണ്ടോളൂ. ഇങ്ങനെയാണ് സ്റ്റീൽ ആൻഡ് വുഡിൽ നമ്മുടെ കാരണം പലപ്പോഴും നമ്മൾ വീഡിയോസിൽ കാണുമ്പോൾ ഫിനിഷ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും കാണുക. ഈ രീതിയിലാണ് ഇതിന്റെ പണി നടക്കുന്നത്. ഇനി നമുക്ക് ഒരു സാധനം കൂടെ കാണിച്ചു തരാം. ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ മെറ്റീരിയൽ നമ്മൾ കംപ്ലീറ്റ് ഷെയ്ഡ്വുഡ് WPC ആക്കിയിട്ടുണ്ട്. കാരണം ഇത് ഈർപ്പം വരുന്ന സ്ഥലമാണ്, മോയ്സ്ചർ നിൽക്കുന്ന സ്ഥലമാണ്.
അപ്പോൾ നമുക്ക് ഒരു ചാൻസ് എടുക്കാൻ നമുക്ക് ആഗ്രഹമില്ലാത്തതുകൊണ്ട് മുഴുവനായിട്ട് ഷെഡ്യൂൾ WPC വെച്ചിട്ട് ചെയ്തിട്ടുള്ളത്. ഈ പോർഷനിൽ തന്നെയാണ് നമ്മുടെ ഇൻവെർട്ടർ, ബാറ്ററി, അതുപോലെ കുറച്ച് സ്റ്റോറേജും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ പോർഷനിലാണ് നമ്മുടെ സിങ്ക് വരാൻ പോകുന്നത്. അപ്പോൾ അതിന്റെ ഒരു സ്കേർട്ടിങ്, ഒരു ബാക്ക് പാനൽ ആക്ച്വലി ഇതിന്റെ അപ്പുറത്താണ് നമ്മുടെ ടി വി കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടെ നമ്മൾ ഹൈലൈറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞാന്ന് പറഞ്ഞാൽ, പലപ്പോഴും ഈ ടോയ്ലറ്റിന്റെ ഡോർ ചെയ്യുന്ന സമയത്ത് പല പ്രോജക്റ്റിലും നമുക്ക് കൺഫ്യൂഷൻസ് വരാണ്ട് എന്ത് ചെയ്യും, എങ്ങനെ ചെയ്യും, ഫൈബർ ചെയ്യണോ അല്ലെങ്കിൽ എന്താ പറയുക അലുമിനിയം ചെയ്യണോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ ഒരു പ്രൊജക്റ്റിൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് നമ്മൾ ഈ ഒരു ടോയ്ലറ്റിന്റെ ഡോറുകൾ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷെയ്ഡ്വുഡിന്റെ 30 mm തിക്നെസ് ഉള്ള ഷീറ്റാണ് ഈ ഡോറായിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിന്റെ ഒരു ഫ്രെയിംസ് ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പല നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള പല തിക്നെസ്സിലുള്ള ഷീറ്റുകൾ, അതിന് വന്നിട്ടുള്ള കട്ട് ചെയ്യുമ്പോൾ വന്നിട്ടുള്ള വേസ്റ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ ഫ്രെയിം ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. നിങ്ങൾ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ നോക്കാം. ഇതുണ്ട്, ഇതൊരു 18 mm ആണ്, ഇത് 30 mm ആണ്, ഇത് 12 mm ആണ്. ഈ പീസുകളെല്ലാം വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു ഫ്രെയിം സൈസ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇവിടെ അകത്തേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് കണ്ടോ, നമ്മുടെ ഈ ഒരു ഡോർ ഫ്രെയിമിൽ നമ്മുടെ ഡോർ ഷട്ടർ വന്ന് നിൽക്കുന്ന സ്ഥലം. അപ്പോൾ ഇവിടെ ഈ ഒരു 2 തിക്നെസ്സും ഇവിടെ ഈ തിക്നെസ്സും വെച്ചപ്പോഴേക്കാണ് നമുക്കത് കിട്ടിയത്. അപ്പോൾ നമുക്ക് ഭംഗിയായിട്ട് അകത്തുനിന്ന് ഈ രീതിയിൽ ഡോർ ക്ലോസ് ചെയ്യാനായിട്ട് പറ്റും. ഇത് ഷെയ്ഡ്വുഡിന്റെ WPC ആയതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ രീതിയിലും ടെസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് ഈർപ്പം വന്നിട്ടുള്ള ഒരു പ്രശ്നം നമുക്ക് ഇതിന്റെ മുകളിൽ ഉണ്ടാവില്ല. ഇനി നമുക്ക് ഇവിടുത്തെ ബെഡ്റൂമിന്റെ ഡോർ ഫ്രെയിം ഷട്ടർ എങ്ങനെ ചെയ്തു നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാ മെയിൻ ഫ്രെയിംസും നമ്മൾ ചെയ്തിട്ടുള്ളത് GI ഫ്രെയിംസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞിട്ടാണ് GI ഫ്രെയിം നമ്മൾ വൈറ്റ് പെയിന്റ് ഒക്കെ അടിച്ച് വെച്ചേക്കാണ്. GI ഫ്രെയിമിലാണ് നമ്മൾ ഇതെല്ലാം ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഇതിന്റെ ഹിഞ്ചസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ GI ആയതുകൊണ്ട് തന്നെ ഈ പോർഷനിലെ ഹിഞ്ചസ് ഒക്കെ നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് വെച്ചു, ഒരു നീറ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇവിടെയും നമ്മൾ 30 mm ഉള്ള നമ്മുടെ ഷെയ്ഡ്വുഡ് WPC ആണ് ഷട്ടറായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ഫ്രെയിം GIയും അതുപോലെ തന്നെ ഷട്ടർ നമ്മൾ ഷെയ്ഡ്വുഡ് WPC. ഇതെല്ലാം ഇതിന്റെ നമ്മൾ ഇന്റീരിയറിൽ മാച്ച് ചെയ്തിട്ടുള്ള ലാമിനേറ്റോ പെയിന്റ് ഫിനിഷിലേക്കൊക്കെ വരാനുള്ളതാണ്. ഡോർ ലോക്കൊക്കെ ഫിറ്റ് ചെയ്ത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു യെയിലിൻ്റെ ലോക്കാണ് വെച്ചിട്ടുള്ളത്. ഈ ലോക്ക് പ്രോപ്പറായിട്ട് ഈ 30 mm ഇത്രയും നീറ്റായിട്ട് നമുക്ക് ഇതിൻ്റെ പോർഷൻസ് ഒക്കെ നല്ല തിന്നായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് പ്രോപ്പറായിട്ട് കൺസീൽ ചെയ്ത് നമുക്ക് ഈ ലോക്കൊക്കെ വെക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. നമുക്ക് ഈ റൂം, നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിൽ നമുക്ക് ഇത്തരത്തിലൊരു ബേ വിൻഡോ ഉണ്ട്. ഈ ബേ വിൻഡോയിൽ 3 മെറ്റീരിയൽ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് നമ്മൾ റിയൽ വുഡ്, അതായത് പ്ലാവ് മരം നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അത് എഗെയിൻ ഫ്രഷ് ആയിട്ടുള്ള പ്ലാവിന്റെ മരം, നമ്മൾ പഴയ റീസൈക്കിൾഡ് ആയിട്ട് പഴയ വീടിനകത്തൊക്കെ പൊളിക്കുമ്പോൾ കിട്ടുന്ന നല്ല സെറ്റ് ആയിട്ടുള്ള പ്ലാവാണ് നമ്മൾ ഇതിന്റെ ഒരു ബേ വിൻഡോയുടെ സീറ്റിങ്ങിന് വേണ്ടി. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുറെ പീസസ് ഒക്കെ ചെയ്ത് അത് അറേഞ്ച് ചെയ്തിട്ട് ഒരു ഗ്രിഡ് ഫോർമാറ്റിലൊക്കെയാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ അടുത്ത് ഈ ഫ്രെയിം ഒക്കെ ചെയ്യുന്നതിന് വേണ്ടി, കാരണം അതൊന്നും ഡയറക്റ്റ് ഇതുമായിട്ട് കോൺടാക്ട് ഇല്ലാത്തതുകൊണ്ട് ഫ്രെയിം എല്ലാം നമ്മൾ പ്ലൈവുഡ് വെച്ചിട്ട് ചെയ്തിട്ടുള്ളത്. എല്ലാം 710 ഗ്രേഡിലുള്ള പ്ലൈവുഡിനെ ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇതിന്റെ ഈ നിലത്ത് തട്ടുന്ന പോർഷൻസും നമ്മുടെ ഈ ഡ്രോയേഴ്സ് ഒക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷെയ്ഡ്വുഡ് WPC യൂസ് ചെയ്തിട്ടുള്ളത്. പല കാരണങ്ങളുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ഇത് ഒരു സ്കേർട്ടിംഗ് പോലെ നിൽക്കുന്ന സ്ഥലമാണ്. അപ്പോൾ നമ്മൾ മോപ്പൊക്കെ ചെയ്യുമ്പോൾ തുണിയും വെള്ളവും ഈർപ്പൊക്കെ തട്ടാൻ ചാൻസ് ഉള്ള സ്ഥലമാണ്. ഈ ഡ്രോവറിനൊക്കെ നമ്മൾ ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മളൊരു കോസ്റ്റ് കട്ടിങ്ങിന്റെ പാർട്ടായിട്ട് നമ്മൾ ഇതിന്റെ ഇന്റീരിയർ പാർട്ടിൽ വേറെ ഫിനിഷസ് ഒന്നും ചെയ്തില്ല. നമുക്ക് വേണമെങ്കിൽ പെയിന്റ് ഫിനിഷ് ചെയ്യാം. നമുക്ക് വേറെ ഏതൊരു മെറ്റീരിയൽ ആണെങ്കിൽ നമ്മൾ ലാമിനേറ്റ് ഒക്കെ ചെയ്യേണ്ട ഒരു ആവശ്യം വരും. അപ്പോൾ ഇത് ഈ WPC ഓൾറെഡി നമുക്ക് നല്ലൊരു ഫിനിഷ് ആയിട്ടായിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ മുഴുവൻ ഇതായിട്ട് ലീവ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് എഡ്ജ് ബാൻഡിങ് വേണമെങ്കിൽ ഒഴിവാക്കാൻ, വേണമെങ്കിൽ നമ്മുടെ എഡ്ജ് ബാൻഡിങ് ചെയ്തില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഇന്റീരിയർ മാച്ച് ചെയ്തിട്ടുള്ള ആ ഒരു കളറിലൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു പോർഷൻ നമ്മൾ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഈർപ്പം തട്ടുന്നതോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള യാതൊരു പ്രശ്നം നമുക്ക് ഇവിടെ ഉണ്ടാവില്ല. നമ്മൾ ഈ ടോയ്ലറ്റിൽ വന്നു കഴിഞ്ഞാൽ ആക്ച്വലി നമ്മുടെ ടോയ്ലറ്റിന്റെ ഡ്രൈനേജ് ആയിട്ട് വരുന്ന ഭാഗമാണത്. അപ്പൊ ഇവിടെ നമ്മുടെ കൗണ്ടർ ടോപ്പ് ആയിട്ടുള്ള വാഷ് ബേസിന് യൂസ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ കൗണ്ടർ അടിച്ചിട്ടുള്ളത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഷെയ്ഡ്വുഡ് WPC വെച്ചിട്ടാണ്. 2 കാര്യങ്ങളാണ്. ഇതിന് നിങ്ങൾ ലാമിനേഷൻ പോലും ചെയ്ത് ഇങ്ങനെ തന്നെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് യാതൊരു പ്രശ്നമില്ല. പക്ഷെ നമ്മൾ എന്തായാലും ഇവിടെ നമ്മൾ ഇന്ത്യയിൽ മാച്ച് ചെയ്തിട്ടുള്ള ലാമിനേഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴേക്കും ഈ രീതിയിൽ നമ്മൾ ഡ്രോവർ ഒക്കെ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും സ്ലൈഡർ ഇവിടുത്തെ ഇഞ്ചസ് ഒക്കെ നമ്മൾ 304 ഗ്രേഡിലുള്ള SS തന്നെ യൂസ് ചെയ്തിട്ടുണ്ടാവണം. അല്ലെങ്കിൽ റെസ്റ്റ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇത്തരത്തിൽ ഷെയ്ഡ്വുഡിൽ നമുക്ക് ഈ ബോക്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇതിന്റെ മുകളിലാണ് ഫിനിഷിങ്ങും കൗണ്ടർ ടോപ്പ് ഒക്കെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഞാൻ ബാക്കിയുള്ള ബെഡും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ പോകുമ്പോൾ ഫിനിഷിംഗ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. പണി നടക്കുന്ന സൈറ്റിൽ എന്താണ് സ്ഥിതി എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇത് നമ്മുടെ ഡൈനിങ് ആയിട്ട് വരുന്ന പോർഷനാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ബാൽക്കണി, നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിൽ നമ്മുടെ ഡൈനിങ്ങിൽ ഒക്കെ കണക്ട് ആവുന്ന ഇതിന്റെ മെയിൻ ഒരു ലൈറ്റ് ആൻഡ് വെന്റിലേഷൻ സോഴ്സ് ആയിട്ടുള്ള ഒരു കോട്ടയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ മുഴുവൻ പണിസാധനങ്ങളാണ്. ഇവിടെ നമ്മൾ ആക്ച്വലി ഗ്ലാസും മെഷും ഒക്കെ വെച്ചിട്ട് ഇത്തരത്തിലുള്ള സ്ലൈഡിംഗ് ഡോറൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഭംഗിയായിട്ട് നമുക്ക് ഇതിനകത്ത് കൂടെ ഒരു ക്രോസ് വെന്റിലേഷനും നാച്ചുറൽ ലൈറ്റും കാര്യങ്ങളൊക്കെ കിട്ടും. ഇത് ഫുള്ളായിട്ട് ഒരു ഗ്രീൻ കോട്ടയായിട്ട് മാറാനുള്ളതാണ്. അപ്പോൾ ഇനിയാണ് നമ്മുടെ മെയിൻ ഐറ്റം, അതായത് നമ്മൾ അറിയാമല്ലോ വീടിനകത്ത് കിച്ചൺ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് മോഡുലാർ ഫോർമാറ്റിൽ നമ്മൾ ഈ പറയുന്ന ഷെയ്ഡ്വുഡും
അതുപോലെ പ്ലൈവുഡും ഇതെല്ലാം വെച്ചിട്ട് ഒരു മോഡുലാർ ഫോർമാറ്റിൽ നമ്മുടെ കിച്ചൺ എങ്ങനെ ചെയ്യുന്നത് കൂടെ നമുക്ക് കാണിച്ചു. നമ്മുടെ കിച്ചണിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും ഒരു വീട്ടിനകത്ത് എപ്പോഴും ഏറ്റവും മേജർ ആയിട്ടുള്ള കാര്യം അതുപോലെ തന്നെ മെയിൻ കോസ്റ്റ് വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ കിച്ചണിലേക്ക് വരുമ്പോഴേക്കും ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ 2 ശശി മേസ്ത്രിമാരും നമ്മുടെ കൂടെ സൈറ്റിലുണ്ട്. പണി എത്തുന്ന അവരെ കൊണ്ട് ഹോൾഡ് ചെയ്യിപ്പിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം വിളിച്ചു പറഞ്ഞതാണ് നമുക്ക് ഈ ഒരു സ്റ്റേജിൽ നമ്മുടെ വ്യൂസിനെ കാണിക്കണം എന്നുള്ളത്. അപ്പോൾ കിച്ചനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ കിച്ചന്റെ സൈസ് എന്ന് പറയുന്നത് 10 അടി ബൈ 12 അടിയാണ്. ഒരു കോമ്പാക്ട് കിച്ചൺ ആണ്. പക്ഷെ ക്ലയന്റിനെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി അധികം റിക്വയർമെന്റ്സ് ഉണ്ട്. നമ്മൾ അതൊക്കെ ഒരുവിധം സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഷെയ്ഡ് WPC. അതിന്റെ പല തിക്നെസ് എങ്ങനെയൊക്കെ നമുക്ക് കാണിച്ചിടാം. അപ്പോൾ ഷെയ്ഡ് WPC നമ്മൾ യൂസ് ചെയ്യേണ്ട ഒരു റീസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓഫീസിലൊക്കെ നമ്മൾ നമ്മുടെ സ്റ്റെപ്പ് മണ്ണിലൊക്കെ കൊണ്ടുപോയിട്ട് നമുക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ ടെസ്റ്റ് ചെയ്ത് നമുക്ക് പ്രശ്നമില്ല, കോസ്റ്റ് ഉണ്ട് തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ വേറെ പ്ലൈവുഡ് ഒന്നും ഒരു യൂസ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഏതൊക്കെ സൈസ് യൂസ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് പറഞ്ഞുതരാം. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3/4 ഇഞ്ച് അല്ലേ 18 mm തിക്നെസ് ഉള്ള പ്ലൈവുഡ് സോറി ഷെയ്ഡ് WPC വെച്ചിട്ടാണ് നമ്മൾ കാർ കേസസ് എല്ലാം ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഓവർ ഹെഡ് പോകാനുള്ളതാണ്. അപ്പൊ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ആ കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഓവർ ഹെഡ് നമ്മൾ മോഡുലാർ ഫോർമാറ്റിൽ ഹാങ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ വാൾ വെച്ച് സ്ക്രൂ ചെയ്യില്ല, വാൾ നമ്മൾ ഹാങ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഹാങ്ങിങ്ങിന് വേണ്ടിയിട്ട് ഒരു 18 mm ഒരു പീസ് ഇത്തരത്തിൽ ഇങ്ങനെ കണ്ടോ ഷാംഫറൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു WPCന്റെ സ്ട്രെങ്ത് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് ഞാൻ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് വേറെ ഒന്നും പറയാനില്ല. അത്യാവശ്യം നല്ല സ്ട്രെങ്ത്. കാരണം ഈ എൻറ്റയർ വെയിറ്റ് ഇതിലാണ് നമ്മൾ അവിടെ ഹാങ് ചെയ്യാൻ കട്ട് ചെയ്തിട്ട് അവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഗ്രൂപ്പിലേക്ക് അങ്ങ് ഇറക്കി വെക്കുന്ന രീതിയിലാണ് ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ ബാക്ക് ബോർഡ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് 12 mm ഷെയ്ഡ് WPC ആണ്. പക്ഷേ എനിക്ക് ആദ്യം ഇതൊന്ന് കയറ്റി വെച്ച് കാണിച്ചു കൊടുക്കാൻ പറ്റും അല്ലേ. അപ്പൊ ഈ രീതിയിലാണ് നമ്മുടെ മോഡുലാർ ആയിട്ടുള്ള നമ്മുടെ വാൾ മൗണ്ട് യൂണിറ്റ്സ് കണ്ടോ ഹാങ് ചെയ്ത് വെക്കാൻ. ഈ രീതിയിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് നമുക്ക് വേറെ എന്തെങ്കിലും ഭാവിയിൽ പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ ഇതേപോലെ ഊരി എടുക്കുകയും ചെയ്തൂടെ, ഒരു പ്രശ്നമില്ല. നമുക്ക് എങ്ങനെയാണ് മോഡുലാർ ഫാക്ടറി ഫോർമാറ്റ് ചെയ്യുന്നത്, ഇത് ഫാക്ടറി എന്നല്ല, ശശിയേട്ടന്മാർ ഇവിടെ കിച്ചണിൽ ഇന്ന് തന്നെ ഉണ്ടാക്കുന്നതാണ്. എനിക്ക് ചേട്ടാ നമ്മുടെ ഇത് മോഡുലാറായിട്ട് നമ്മൾ ഫാക്ടറി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഈ ജോയിന്റ്സ് കംപ്ലീറ്റ് മിനി ഫിക്സ്ഡ് ഒന്ന് വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണാം. ഡ്രൈവാൾ സ്ക്രൂ ഇട്ടത് കാണാം. ഇതെല്ലാം ഗമ്മൽ ഒട്ടിച്ചിട്ടുണ്ട്. അതുപോലെ ബാക്കിൽ 16 mm ഇതൊക്കെ ഇരിക്കുന്നത് കാണാം. ഈ രീതിയിലാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഡിസൈനിന്റെ ഭാഗമായിട്ട് നമ്മുടെ വിൻഡോയും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് കാണാം. ഇനി നമുക്ക് ഈ ഒരു പോർഷൻ ഞാൻ ഒരു കാര്യം പറയാൻ പറ്റും. ഇതിൽ ഇനി ചെയ്യാൻ പോകുന്നത് നമുക്ക് ഭയങ്കര കോസ്റ്റ് കൺസ്ട്രെയിൻ ഉണ്ട്. പക്ഷെ മെറ്റീരിയൽ പ്രീമിയം ആയിട്ടുള്ള മെറ്റീരിയൽ തന്നെ വെച്ച് ചെയ്യണമെന്നാണ് പലപ്പോഴും ആഗ്രഹം ഉണ്ടാവുക. അപ്പൊ ഞാൻ പലപ്പോഴും നമ്മുടെ കാർപ്പൻറ്റേഴ്സ് ടീമിനോട് സജസ്റ്റ് ചെയ്യണത് നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ ഉള്ളിൽ ഒന്നും ചെയ്യാതെ വേണമെങ്കിൽ ക്ലിയർ മാത്രം അടിച്ചിടാം. ഇനി നമുക്ക് അത്രയും അതായത് വൈറ്റോ അല്ലെങ്കിൽ നമ്മുടെ ഡിസൈൻ മാച്ച് ആയിട്ടുള്ള കളറിൽ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് പെയിന്റ് ചെയ്യാം അല്ലെങ്കിൽ ലാമിനേറ്റ് ഫിക്സ് ചെയ്യാം. അപ്പോഴൊക്കെ സ്വാഭാവികമായിട്ട് അതിന്റെ കോസ്റ്റ് വരും. കോസ്റ്റ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഉള്ളിൽ നമുക്ക് വേണമെങ്കിൽ അതുപോലെ വെച്ച് ഈ എഡ്ജ് മാത്രം നമുക്ക് എഡ്ജ് ബാങ്കിങ് ചെയ്ത് ഈ കാർ കേസിന് കംപ്ലീറ്റ് നമുക്ക് ലാമിനേറ്റ് ഫിനിഷോ അല്ലെങ്കിൽ ഗ്ലാസോ നമ്മുടെ ഏത് ഫിനിഷോ വെച്ചാൽ നമുക്ക് ആ സാധനം ചെയ്തെടുക്കാം. ഓക്കെ, അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നാളെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഇത് ഇങ്ങനെ മൂടിയെടുക്കാം. അപ്പൊ മോഡുലാർ കോൺസെപ്റ്റ് അവിടെ വർക്ക്ഔട്ട് ആവുന്നുണ്ട്. ഇനി ഇതെല്ലാം മോഡുലാർ യൂണിറ്റ് തന്നെയാണ്. ഇനി ഇതിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം കൂടെ പറഞ്ഞു കൊടുക്കാം. ഇതിൽ നമ്മൾ 3/4 ഇഞ്ച് പ്ലൈവുഡ് വെച്ച് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ കണ്ടോ ഓരോരോ പീസായിട്ട് ചെയ്തിട്ടുള്ളത് അല്ലെ. ഒന്ന് കാണുമ്പോൾ കണ്ടോ, ഇതെല്ലാം ഓരോ മോഡുലാർ പീസസ് ആയിട്ട് തന്നെ നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോ എന്താ പറയാ, ഇത് പക്ഷെ നമ്മൾ ഇവരുടെ ടീം കാർപ്പൻറ്ററി ടീം നമ്മുടെ ആന്റിക്രാഫ്റ്റിന്റെ ടീം ഇവരിവിടെ ഇരുന്ന് ചെയ്യുന്നതാണ്. അപ്പൊ ഇതെല്ലാം സെറ്റ് ആയി കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവർക്കും ഒരു സംശയമുള്ളത് ഇത് ഇത്രയും ലെങ്ത് ഇവിടെ 85 സെന്റിമീറ്റർ അപ്പൊ നോക്കാം. ഇത്രയും സ്ട്രെങ്ത് നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോഴും പല ആളുകൾക്ക് കാരണം ഇതിന്റെ വാഷ് മെഷീനോ കട്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നതാണ്. അതിന് ഞങ്ങൾ ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. കാണിച്ചു കൊടുക്കുക. 1/2 ഇഞ്ച് ബൈ 1 ഇഞ്ചിന്റെ ഒരു GI ട്യൂബ് നമ്മൾ ഈ രീതിയിൽ ഇൻസേർട്ട് ചെയ്യും. അപ്പൊ നിങ്ങൾ പറഞ്ഞ ഇവിടെയും വയ്ക്കും ബാക്കിലും വെക്കും അല്ലെ. അപ്പൊ ഇതിലൊരു കാര്യം കൂടെ ഉണ്ട്. ഈ GI ട്യൂബ് നമ്മൾ എപ്പോക്സി പ്രൈമർ അടിച്ച് വെച്ചതിന് ശേഷം ഇതെങ്ങനെ കവർ ചെയ്യുന്നത് 4 ഭാഗം നമ്മൾ ഈ രീതിയിൽ കത്താത്ത രീതിയിൽ കറവാകും. പിന്നെ പ്രൈമർ അടിച്ചിട്ടുണ്ട്. ഇനി തുരുപിടിക്കാനുള്ള ചോദ്യത്തിനൊന്നും പ്രസക്തിയില്ല. ഇനി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ ട്യൂബും ഒരാളെ നിങ്ങൾ കാണാൻ പോകുന്നില്ല. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കയറി കണ്ടോ ചേട്ടാ. സ്ട്രെങ്ത് ഉണ്ടോന്ന് ചോദിക്കുന്ന ആൾക്കാർക്ക് ഒരു 80 കിലോ ഇതിന്റെ മുകളിൽ കയറിയിട്ടുണ്ട്. അപ്പൊ ഈ രീതിയിൽ നമുക്ക് സ്ട്രെങ്ത് അഷ്വർ ചെയ്യാം. അപ്പൊ
നമ്മുടെ ബാക്കിയുള്ള പോർഷൻസ് നമ്മൾ കാണിച്ചു തരാം അല്ലേ. നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു സി ഷേപ്പ് കൗണ്ടറും അവിടെ ഒരു കൗണ്ടറും ഉണ്ടെന്ന് നമുക്ക് കാണിച്ചു തരും. ഈ സി ഷേപ്പ് കൗണ്ടർ നോക്കിക്കഴിഞ്ഞാൽ ഇവർ ഈ പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടോ, ഈ പൈപ്പൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പണി നടക്കുന്നതിൻ്റെ ഇടയിൽ ഒരു പണി സ്റ്റോപ്പ് ചെയ്തിട്ടാണ് ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്യിക്കുന്നത്. നമ്മുടെ ഇതിനുള്ള ഇലക്ട്രിക് പോയിന്റും അതുപോലെ തന്നെ പ്ലംബിംഗ് പോയിന്റ്സ് ഒക്കെ ഇതിനകത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ട്. വേറെ ഇതിനെന്തെങ്കിലും പറയണ്ടായിരുന്നു, പക്ഷേ ഇവിടെ ഒരു ക്രോക്കറി യൂണിറ്റ് വരുന്നുണ്ട് അല്ലേ. അപ്പൊ ക്രോക്കറി യൂണിറ്റ് വന്നപ്പോഴേക്കും നമ്മൾ കുറച്ചൊരു കോസ്റ്റ് കൺസ്ട്രെയിൻ ആയിട്ട് അതിന് BWP ഗ്രേഡിലുള്ള 710 ഗ്രേഡിലുള്ള കുഴപ്പമില്ല. ഈ ഒരു ഏരിയ ഫുൾ ആയിട്ട് അതുപോലെ തന്നെ ഇതിന്റെ വർക്ക് ഏരിയയിൽ നമ്മൾ സെയിം ഫോർമാറ്റിലാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഈ കിച്ചന്റെ ഡിസൈൻ ഒരു ചെറിയ കാര്യം കൂടെ ഒന്ന് നമ്മുടെ വ്യൂസിന് പറഞ്ഞു. അതായത് ക്ലൈന്റിനെ സംബന്ധിച്ചിടത്തോളം മാക്സിമം സ്റ്റോറേജ് വേണമെന്നുള്ള ഒരു മേജർ കൺസേൺ ആയിരുന്നു. നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വിൻഡോ നമ്മൾ കണ്ടോ ഇത്തരത്തിലുള്ള ലീനിയർ സ്ട്രിപ്പ് വിൻഡോ പോലെ നമ്മൾ ചെയ്തു. ഇതുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ഏരിയ കംപ്ലീറ്റ് നമുക്ക് ഓവർ ഹെഡ് സ്റ്റോറേജ് ആയിട്ട് കിട്ടി. അതുപോലെ തന്നെ താഴെ നമുക്ക് ഫുൾ ആയിട്ട് സ്റ്റോറേജ് കിട്ടും. നമ്മുടെ സിങ്കും കാര്യങ്ങളും ഇവിടെ വരുന്നത്, നമ്മുടെ ഹുഡ് ആൻഡ് ഹോപ്പ് ഇവിടെ വരും അല്ലെ. ഹുഡ് ആൻഡ് ഹോപ്പ് ഇവിടെ വരും. ഇതൊരു ക്രോക്കറി യൂണിറ്റ് ഒരു പാൻട്രി പോലെ ആയിരിക്കും ഇവിടെ നടക്കുന്നുണ്ടാവുക. അപ്പൊ ഇവിടെ നമ്മുടെ ഹോബ് ഇരിക്കുന്നുണ്ടാവും, നമ്മുടെ വുഡിന്റെ മുകളിൽ ഇരിക്കുന്നുണ്ടാവും. നമുക്ക് ഇങ്ങനെ ഒരു സീറ്റർ ഇവിടെ നടക്കുന്നുണ്ട്. നമ്മളൊരു കേർട്ടൺ എന്തോ ഒരു പ്ലാൻ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. കാരണം നമുക്കൊരു പ്രൈവസി വേണമെന്നുണ്ടെങ്കിൽ, കാരണം നമ്മുടെ ലിവിംഗ് റൂമും ഡൈനിങ് റൂമും ഇവിടെ ഇരിക്കുകയാണ്, ഒരു പ്രൈവസി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്യാൻ നമുക്കുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു കിച്ചണിന്റെ പ്ലാനിങ് എല്ലാം ചെയ്തിട്ടുള്ളത്. നമ്മുടെ മുകളിലെല്ലാം നടക്കുമ്പോൾ പെർഫെക്റ്റ് ആയിട്ടൊന്ന് കാണിച്ചു തരാം. നമ്മുടെ പണിക്കാരൻ പണി ഓൾറെഡി ഏൽപ്പിച്ചിട്ടുണ്ടാകും. ഈ കട്ടിംഗ് ടൂൾസും കാര്യങ്ങളും സൗണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി നടക്കില്ല. അപ്പോൾ നമ്മുടെ കരിവാത എന്ന് പറഞ്ഞ മരം വെച്ചിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തതെന്ന് പറഞ്ഞത്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡബിൾ ഹൈറ്റ് ഒക്കെ ആയിട്ടുള്ള ഫുള്ളി ഹീറ്റഡ് ആയിട്ടുള്ള, ഇപ്പൊ ഈ സമയത്ത് നമ്മളൊരു ലൈറ്റ് യൂസ് ചെയ്തിട്ടില്ല എന്ന് തന്നെ എടുത്തു പറയുകയാണ്. ഈ രീതിയിലൊരു ഓപ്പണിങ് ഇത്തരത്തിലൊരു ബേബിൻഡോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് വീണ്ടും കയറി കഴിഞ്ഞാലാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് എത്തുന്നത്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ ഒരു എന്റർടൈൻമെന്റ് ഏരിയ നമുക്ക് ഇവിടെ വരുന്നുണ്ട്. ലൈറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള കുറച്ച് കട്ടൗട്ട്സും കാര്യങ്ങളും ഇതിവിടെ പണിക്കാർ നോക്കിയതാണ്. ഈ ഹൈറ്റ് നമ്മൾ ഫാൻ നോക്കുന്നില്ല, നമുക്ക് വാൾ ഫാൻസ് ആണ് ആക്ച്വലി ഇവിടെ വരാൻ പോകുന്നത്. ഇവിടെ നമുക്ക് ആക്ച്വലി ഒരു ഓപ്പൺ ടെറസ്. ഈവൻ എക്സ്റ്റീരിയറിലേക്ക് ഈ ഡോർ എടുത്തു കഴിഞ്ഞാലും നമ്മൾ ഫ്രെയിം വെച്ചു. നമ്മൾ ഷെയ്ഡ് വുഡിൽ നമ്മൾ ലോക്കുകളെല്ലാം ചെയ്യാൻ ചെയ്തിട്ടുള്ളത്. ഇതുപോലെ തന്നെ ഈ സൈഡ് നമുക്കൊരു ബാൽക്കണി ഉണ്ട്. നമ്മുടെ റോഡിലേക്ക് ഓവർലുക്ക് ചെയ്ത രീതിയിലുള്ള ഒരു ബാൽക്കണിയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇതൊരു കോസി ഒരു പ്രൈവറ്റ് സ്പേസ്, ഒരു റീഡിംഗ് സ്പേസ് എന്നൊക്കെയുള്ള രീതിയിലൊക്കെ ആയിരിക്കും ഈ സ്പേസ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ യൂണിറ്റ്സ് എല്ലാം കാണാം. നമ്മൾ അടുത്ത റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ സെയിം പാറ്റേൺ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ വാർഡ്രോബൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ഷെയ്ഡ് ചെയ്യുന്നത്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മൾ പറഞ്ഞില്ലേ ഈ കോസ്റ്റ് കട്ടിങ്ങിന്റെ ഭാഗം നമുക്ക് ഉൾഭാഗമൊക്കെ ഫുൾ ഓപ്പൺ ആയി തന്നെ വെക്കാം. ഈർപ്പം പിടിക്കുകയോ ഇത് ചെയ്യുന്നുള്ള യാതൊരു പ്രശ്നമില്ല.